ശക്തമായ മഴയാണ് വടക്കൻ ജില്ലകളിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് റെഡ് അലേർട്ട് ഉള്ളത് വടക്കൻ ജില്ലകളിൽ. ഇപ്പോൾ വയനാട് ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ മഴ തോരാതെ പെയ്യുന്ന ഒരു സാഹചര്യവുമാണ് ഉള്ളത്. അവിടെയുള്ള പ്രദേശങ്ങളിൽ ഈ പലയിടങ്ങളിലും നമ്മൾ കേട്ടതാണ് കറണ്ട് ഇല്ല എന്നുള്ളത്. ഈ വയനാട് ജില്ലയിൽ ആ ഒരു പ്രശ്നം നേരിടുന്നുണ്ടോ ആളുകൾ? പിന്നെ കുട്ടികൾക്ക് സ്കൂളിനൊക്കെ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ടോ കമൽ? ജയലക്ഷ്മി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ മദ്രസ, അംഗനവാടി തുടങ്ങിയ സ്ഥാപനങ്ങൾക്കാണ് അവധി ബാധകമാവുക. ജയലക്ഷ്മി ചോദിച്ചതുപോലെ വൈദ്യുതി ബന്ധം ജില്ലയുടെ പല ഭാഗങ്ങളും പൂർണ്ണമായും താറുമാറായ അവസ്ഥയിലാണ് ഉള്ളത്. കുറേയൊക്കെ ഇന്നലെ വൈകിട്ടോടെ പുനഃസ്ഥാപിച്ചെങ്കിലും ഇപ്പോഴും ഗ്രാമപ്രദേശങ്ങളിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. പോസ്റ്റുകളും ട്രാൻസ്ഫോമറുകളും ലൈനുകളും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ വലിയ രീതിയിൽ മരങ്ങൾ വീണ വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും തകർന്ന അവസ്ഥയുണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തോടെ വൈദ്യുതി ബന്ധം കുറേയൊക്കെ പുനഃസ്ഥാപിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാവിലെ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മഴ പെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ KSEBയുടെ പ്രവർത്തനങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പത്തിലാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി കമൽ, വയനാട് ഇപ്പോൾ ഒരു മഴ അത്ര ശക്തമായിട്ട് പെയ്യുന്നില്ല എന്നുള്ളതാണ് കമൽ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ കറണ്ട് ഇതുവരെ വന്നിട്ടില്ല. KSEB അധികൃതർ വന്നിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഇനി ചെയ്യും എന്നുള്ള കാര്യമാണ് കമൽ റിപ്പോർട്ട് ചെയ്തത്.